ശനിയാഴ്ചയാണ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ 2 തവണ രാജിവെക്കാൻ സന്നദ്ധ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ ഭരണകൂടം ആ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ് വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളിലും ഘടനാപരമായ പ്രശ്നങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനിച്ചതെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂലൈ 20-ന് മുതിർന്ന മന്ത്രിമാരുടെ ഉന്നതതല യോഗത്തിൽ പ്രധാൻ വീണ്ടും രാജിവെക്കാൻ സന്നദ്ധ അറിയിച്ചിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് തുടരാൻ നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാജി വീണ്ടും നിരസിക്കപ്പെടുകയായിരുന്നു. ഒരു മന്ത്രിയുടെ രാജി ഏറ്റവും എളുപ്പമുള്ള മാർഗമാണെന്നും അത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് തുല്യമാണെന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരിക്കണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം അവ പരിഹരിക്കുന്നതിനാലാണ് മോദി സർക്കാർ വിശ്വസിക്കുന്നത്. വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസ് ജനതാ പാർട്ടിയുമായുള്ള 2ാം ഘട്ട ചർച്ചകൾക്ക് ശേഷമാണ് സർക്കാരിന്റെ വിലയിരുത്തലിൽ മാറ്റമുണ്ടായത്. ജൂലൈ 20-ലെ ചലോ സൻസദ് പ്രതിഷേധത്തിന് സമാനമായ മറ്റൊരു വമ്പൻ മാർച്ച് നടത്തുമെന്ന് ആ സംഘടന ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. ജൂലൈ 20-ലെ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സർക്കാർ നേരത്തെ തന്നെ ആശങ്കയിലായിരുന്നു. ഈ അശാന്തമായ സാഹചര്യം മുതലെടുക്കാൻ ദേശവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സുരക്ഷാ ഏജൻസികളും റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ സജീവമായി പ്രചരിപ്പിക്കുന്ന 400-ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിജിറ്റൽ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് കരുതപ്പെടുന്ന 100ഓളം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണങ്ങൾ, തെറ്റായ വിവരങ്ങൾ, ഇന്ത്യാവിരുദ്ധ ആശയങ്ങൾ എന്നിവ പ്രചരിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സജീവമായിരുന്ന നിരവധി അക്കൗണ്ടുകൾ ഇവയിലൂടെ ഉണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ സൂചന ലഭിച്ചത്. ജൂലൈ 20-നും 24-നും ഇടയിൽ ജന്തർ മന്ദിറിലെ പ്രതിഷേധ സ്ഥലത്തും പരിസരത്തുമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഏകദേശം 400 പേരെ ഡൽഹി പോലീസിന്റെ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ചില സംശയാസ്പദമായ വ്യക്തികൾക്ക് ജൂലൈ 20-നുണ്ടായ ആക്രമണ സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. CJPയുമായുള്ള അവസാനഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി ദേശീയ താൽപര്യത്തിനും അതോടൊപ്പം തന്നെ ക്രമസമാധാനം നിലനിർത്തുന്നതിനുമാണ് മുൻഗണന നൽകേണ്ടതെന്നാണ് സർക്കാർ തീരുമാനിച്ചതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ജന്തർ മന്ദിറിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രതിഷേധം കൂടുതൽ വഷളാകുന്നത് തടയുന്നതിനുമായി പ്രധാൻ രാജിവെക്കാൻ തീരുമാനിക്കുകയും ഒടുവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ക്യാബിനറ്റ് മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് നൽകിയിട്ടുണ്ട്. അതൊരു താത്കാലികമായിട്ടാണ് നൽകിയിരിക്കുന്നത്.